ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രസം മാത്രം മതി ചോറുണ്ണാൻ. കൂടെ ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിലത്തെ വേസ്റ്റ് മാത്രം കളഞ്ഞിട്ട് ഇതേപോലെ നന്നായിട്ട് കൈ ഒന്ന് വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി അതെല്ലാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിയാച്ചാൽ അതിലത്തെ മുഴുവൻ പൾപ്പും കിട്ടും. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റ് മാത്രം കളയുക. ഇപ്പോൾ ഇവിടെ പുളിയുടെ വേസ്റ്റെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് കളഞ്ഞിട്ട് ഇതിലേക്കാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഒരു 3 തക്കാളി, ചെറിയ തക്കാളിയാണ്, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി വലിയ തക്കാളിയാണെന്ന് വെച്ചാൽ 2 എണ്ണം എടുത്താൽ മതി. അതും കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഇവിടെ ഇപ്പോൾ രസം നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, 2 ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10-15 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്തത് നമ്മുടെ രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട, 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊരു തിള വരുന്നുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ രസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇതുപോലെ ഒരു രസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്